ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഹാസ് ടെസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ നാളെ വരാനിരിക്കുന്ന സാന്ത്വനത്തിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മടിച്ചു പോകരുത് കേട്ടോ. അപ്പൊ നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോട്ടോ. നല്ല അടിപൊളി ട്വിസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിലെ ആ കള്ളനെ പിടികൂടുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കാണിക്കുന്നത് നമ്മുടെ മിത്ര ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ പാസ്സായവയാണ്. ഇനി 15-ാം തീയതി ഒരു ടെസ്റ്റും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മിത്രയ്ക്ക് SI പോസ്റ്റിലോട്ട് കയറാം. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷാവുകയാണ്. നമ്മുടെ ദേവമംഗലം അതിന്റെ ഒരു സന്തോഷത്തിലാണ്. മിത്രയ്ക്കും ആര്യനും അതുപോലെ ബാലനും ഗോമതിക്കും ഒക്കെ ഒരുപാട് സന്തോഷാവുകയാണ്. കാരണം ആര്യൻ അത്രത്തോളം അവന്റെ പഠിത്തം പോലും കളഞ്ഞ് മിത്രയ്ക്ക് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു ഇതിൽ എത്തിച്ചത്. അപ്പൊ ആ ഒരു സന്തോഷം ദേവമംഗലം ആകെ നിറഞ്ഞു നിൽക്കാൻ കേട്ടോ. ഈ സന്തോഷം ഒന്ന് അറിയിക്കാൻ വേണ്ടി നമ്മുടെ സുകന്യ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ അച്യുതനും അലോകും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു നമ്മുടെ മിത്രയ്ക്ക് ഇങ്ങനെ ഫിസിക്കൽ ടെസ്റ്റില് ഇത് കിട്ടി. ഇനി 15-ാം തീയതി ഒരു ടെസ്റ്റും കൂടെ കഴിഞ്ഞാൽ അവൾ SI ആയെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഈ കുശുമ്പ് പിടിച്ച അച്യുതനും അലോകിനും ഒക്കെ അത് അത്ര വലിയ രസമായിട്ടൊന്നും തോന്നൂലല്ലോ. അങ്ങനെ അച്യുതൻ പറഞ്ഞു പിന്നെ അവളിപ്പോ SI ആണെന്നും പറഞ്ഞു ഇവിടെ കൃഷ്ണമംഗലത്തിന് എന്തിനാ, ആ സന്തോഷമൊക്കെ ദേവമംഗലത്ത് മതി. ഏട്ടാ IAS കിട്ടിയണക്കുള്ള ഒരു പറച്ചില അവളുടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വലിയ ഷോ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. പക്ഷെ നമ്മുടെ അനന്തനും അതുപോലെ തന്നെ നമ്മുടെ മിത്രയുടെ അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാണ്. അവർക്കറിയാം ആര്യൻ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് തന്റെ മകൾ ഈ ഒരു പോസ്റ്റിൽ എത്തിയത്. കാരണം ആര്യന്റെ പോലും ആ ഒരു ഇത് കളഞ്ഞിട്ടാണ് ആര്യൻ ഈ ഒരു രീതിയിൽ നമ്മുടെ മിത്രേനെ പ്രിപ്പയർ ചെയ്ത് എടുത്തത്. കാരണം അത്രയും എഫേർട്ട് എടുത്തായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നവരാണ് നമ്മുടെ ഗോമതി സ്റ്റോഴ്സ് ആണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു 2000 രൂപ മിസ്സായതിന്റെ തല പോച്ചിലാണ് നമ്മുടെ ദേവി. എന്നാൽ അത് പോട്ടെ എന്ന് പറഞ്ഞ ബാലൻ എഴുതി തള്ളി. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു സംഭവം കൂടെ നടക്കുകയാണ്. അതായത് അന്നേ ദിവസം നമ്മുടെ ധർമ്മൻ അവിടുന്ന് ഞാൻ പുറത്തു പോവാണ്, അപ്പം വണ്ടിക്കാശിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്യാഷ് എടുത്തു. അപ്പം പതിവില്ലാണ്ട് ധർമ്മൻ ആ ഡ്രോയിൽ അവിടെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോ ബാലൻ ചോദിച്ചു, എന്താടാ ധർമ്മ? ഒന്നുമില്ല അളിയ, ഞാനേ ഒന്ന് പുറത്തു പോവാം, ഒന്ന് വണ്ടിക്കാശ് എടുത്തയാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാലും ബാലൻ ഒന്ന് നോട്ട് ചെയ്തായിരുന്നു, എന്തോ ഒരു നമ്മൾ പതിവില്ലാത്ത ഒരു കാര്യം ഒരാളിൽ കാണുമ്പോൾ നമുക്കൊരു വ്യത്യാസം വരുമല്ലോ. ആ ഒരു രീതി ബാലൻ ധർമ്മനി കണ്ടു. അപ്പൊ അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോ നമ്മുടെ ഉദയഭാനു വരെയാണ്. ഉദയഭാനു വന്നു. അന്നേരം നമ്മുടെ രാമേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ആ സമയം കൊണ്ട് നമ്മുടെ ഉദയഭാനു പതിവിലും നല്ലൊരു എമൗണ്ട് അങ്ങോട്ട് ഇസ്കിക്കൊണ്ട് പോവാണ് കേട്ടോ. അപ്പം പൈസ പോയ കാര്യം അവിടെ ഒരാളും അറിയണില്ല. ഉദയഭാനു വന്നു പോയി തിരക്കാണെന്നും പറഞ്ഞ് ദേ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ ബാലൻ വന്നു കഴിഞ്ഞിട്ട് ഡ്രോയില് പൈസ നോക്കുമ്പോ നല്ലൊരു എമൗണ്ടിന്റെ കുറവ് കാണാന് 10-15 രൂപയോളം കുറവ് വരുന്നു. ഇതെന്താ സംഭവിച്ചത്? അപ്പം ദേവി മോളെ ഇന്ന് ഏതെങ്കിലും ഡീലേഴ്സിന് നീ പൈസ കൊടുത്തായിരുന്നു? ഇല്ല ബാലച്ച, ഞാൻ കൊടുത്തില്ലല്ലോ. അല്ല മോളെ, കുറച്ച് പൈസ ഷോർട്ട് ഉണ്ടല്ലോ ഇന്നത്തെ കണക്കനുസരിച്ച്. അങ്ങനെ ദേവി പെട്ടെന്ന് തന്നെ കണക്കും കാര്യങ്ങളും നോക്കിയാണ്. അപ്പൊ നല്ലൊരു എമൗണ്ട് ഷോർട്ടേജ് വന്നിരിക്കുന്ന. ബാലച്ച, നല്ലൊരു എമൗണ്ട് ഷോർട്ടേജ് വന്നിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? കണ്ടോ, കഴിഞ്ഞ ദിവസം 2000, ഇപ്പൊ ഇത്രയും വലിയ എമൗണ്ട്, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അവർക്കൊരു എത്തും പിടുത്തവും കിട്ടണില്ല. ബാലച്ചൻ പറഞ്ഞു, ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇതെന്താ സംഭവിച്ചത്? ഇതുവരെ ഗോമതി സ്റ്റോഴ്സിൽ വരാത്തൊരു സംഭവമാണ് ഈ വന്നത്. അപ്പൊ ഇതെന്താ ചെയ്യാ, ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു വല്ലാത്ത ഒരു എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലാണ്. അപ്പൊ അന്നേ ദിവസമാണ് വൈകിട്ടായപ്പോ നമ്മുടെ ദേവമംഗലത്ത് എല്ലാവരും ഇരുന്നപ്പോ നമ്മുടെ ധർമ്മൻ ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരെയാണ്. അപ്പോഴേക്കും നമ്മുടെ സുകന്യ ഓടി ചെല്ലേണ്ട, ധർമ്മേട്ടാ എനിക്ക് പറഞ്ഞ് ഗിഫ്റ്റ് കൊണ്ടുവന്നോ? എന്റെ പൊന്നെ, ഇനി വാച്ച് കിട്ടിയില്ല എന്നും പറഞ്ഞ് നിന്റെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോണ്ട. അപ്പൊ നമ്മുടെ മീന് ചോദിച്ചു, ധർമ്മമാമ എന്ത് ഗിഫ്റ്റാ? എന്റെ പൊന്നു മോളെ, ഒരു രക്ഷയില്ല, അവർക്ക് വില കൂടിയ വാച്ച് വേണമെന്നും പറഞ്ഞ് ദേ വില കൂടിയ നല്ല ഒന്നാന്തരം വാച്ചാണ് ഞാൻ ദേ മേടിച്ചുകൊണ്ടൊന്നും കൊടുത്തത് എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ആ വാച്ച് സുകന്യയുടെ കൊടുക്കുമ്പോൾ സുകന്യ അത് പൊട്ടിച്ചൊക്കെ നോക്കിയാണ് കേട്ടോ. സുകന്യ പൊട്ടിച്ച് നോക്കി കഴിഞ്ഞപ്പോ സംഭവം എന്നാ, നല്ല അടിപൊളി നല്ല വില കൂടിയ സ്റ്റോൺ പോലത്തെയൊക്കെ വാച്ച്. ധർമ്മേട്ട, ഞാൻ മനസ്സിൽ കണ്ടത് ഇന്ന് അടിപൊളി വാച്ചായിട്ടോ ധർമ്മേട്ട എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോ ഇതേ സമയം എല്ലാരും നോക്കി, ആഹാ
ധർമ്മന് നല്ല വാച്ചൊക്കെ സെലക്ട് ചെയ്യാൻ അറിയാലോ. എന്തായാലും ധർമ്മ അടിപൊളിയായിട്ടുണ്ട്. സൗകന്യെ, ധർമ്മം മേടിച്ചുകൊണ്ടുവന്ന വാച്ച് നിനക്ക് അടിപൊളിയായിട്ട് ചെയ്തു എന്നൊക്കെ എല്ലാരും പറഞ്ഞു. ഗോമതിക്ക് സന്തോഷമായി. പക്ഷെ ബാലന്റെ മനസ്സിൽ വേറെ ചില ചിന്തകൾ കടന്നു വന്നു. അല്ല, ഇന്നേ ദിവസം ഇത്രയും വലിയൊരു എമൗണ്ട് നഷ്ടമാവുകയും ചെയ്തു. പതിവില്ലാത്തൊരു കാര്യം ഇന്ന് ദേവമംഗലത്ത് നടക്കുകയും ചെയ്തു. ധർമ്മൻ ആദ്യമായിട്ട് സുകന്യക്ക് ഒരു വാച്ച്, അതും വില കൂടിയ വാച്ച്. അപ്പൊ ബാലൻ ചോദിച്ചു, ധർമ്മ ഇത് എത്ര രൂപയോളം ആയടാ? നല്ല വാച്ചാണല്ലോ. അപ്പൊ ധർമ്മന് സത്യം പറഞ്ഞ ധർമ്മന് സുകന്യ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു സത്യം പറയാൻ പറ്റില്ല. കാരണം ഇത് റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയ ഒരു വില കുറഞ്ഞ വാച്ചാട്ടോ. 10,000 രൂപ എങ്ങാണ്ടോ വിലയുള്ളൂ. പക്ഷെ ഈ ചൈന പോലത്തെ ഒരു വാച്ചാണ്. പക്ഷെ സുകന്യ മണ്ടി ആയതുകൊണ്ട് അതങ്ങനെ കണ്ടിട്ട് മനസ്സിലായതുമില്ല. അങ്ങനെ ആ വാച്ച് നന്നായിട്ട് പാക്ക് ചെയ്ത് നല്ല ബ്രാൻഡഡ് കവറിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പക്ഷെ അത് ബാലേട്ടന്റെ അടുത്ത് പറയാൻ പറ്റുമോ? അപ്പോഴേക്ക് ധർമ്മം പറഞ്ഞു, 10-25,000 രൂപയോളമായി ബാലേട്ടാ എന്നിങ്ങനെ പറഞ്ഞു. ഓ, 25,000 രൂപ? അല്ല അല്ല ധർമ്മ, നിനക്ക് ഇത്രയും ക്യാഷ് ഒക്കെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും. അപ്പൊ പറയും, അതെന്താ അളിയ അങ്ങനെ ചോദിച്ചത്? എന്റെ ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പം ഒരു നിമിഷം ധർമ്മം ചിന്തിച്ചു, അളിയൻ എന്താ ഒരു കുറ്റും പോലെ ചോദിച്ചത്? അല്ല, ഇന്ന് കടയിൽ പതിവിലും ഒരു പൈസയുടെ ഷോർട്ടേജ് വന്നു. അതെങ്ങനെ വന്നു എന്നറിയില്ല. 10-15,000 രൂപയോളം കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതെന്താ അളിയ എന്റെ അടുത്ത് ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് പറയാൻ കാരണം? അല്ല, നിന്റെ കൂടെ കടയല്ലേ, അപ്പൊ പൈസ കുറവൊന്നും നിന്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലേ? അല്ല, അത് ശരിയാണ്. പക്ഷെ അളിയൻ പറയുന്നതിൽ ഒരു എന്തോ എന്നെ കുത്തി പറയുന്ന പോലെയുള്ള ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അളിയാന്ന് പറഞ്ഞു. അതെ, കടയിൽ നിന്ന് നീ പൈസ എടുത്താലും എനിക്കൊരു പ്രശ്നമല്ല. അത് നിന്റെ കടയും കൂടെയാണ് ധർമ്മ എന്ന് പറയും. അളിയൻ എന്റെ അർത്ഥത്തിൽ അങ്ങനെ പറയുന്നത്? ഇന്ന് വരെ ഒരു രൂപ പോലും ഞാൻ ആ കടയിൽ നിന്ന് അളിയനോട് പറയാണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് അളിയൻ അങ്ങനെ പറയണതെന്നും പറഞ്ഞ് ധർമ്മൻ ഭയങ്കര സങ്കടമായി. സുകന്യയുടെ മുഖം വാടി. എല്ലാവർക്കും വിഷമായി പോയി. കാരണം ദേവി അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ദേവി വല്ലാണ്ട് ഇങ്ങനെ നിൽക്കണം. അയ്യോ, ബാലച്ചൻ എന്തിനാ അങ്ങനെ ചോദിച്ചത്? ധർമ്മമാമൻ ഇന്നലെ വന്ന ആളാണോ എന്ന രീതിയിൽ ദേവിക്ക് സങ്കടം. അപ്പോഴേക്ക് ഗോമതി, ബാലേട്ടാ എന്താ ഈ പറയണേ? എന്റെ ധർമ്മമോൻ എടുത്തു എന്നോ? എന്താ ബാലേട്ട പറയണ? ബാലേട്ടിന് എന്താ പറ്റിയത്? അപ്പൊ നമ്മുടെ ഗോമതി ചോദിക്കുന്നുണ്ട്, ദേവി എന്താ കടയിലെ പ്രശ്നം? എന്താ കടയിൽ എന്താ പൈസയുടെ കുറവ്? ദേവി ഒന്നും മിണ്ടുന്നില്ല. കാരണം ബാലച്ചൻ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷെ ധർമ്മ മാമൻ എടുക്കുമെന്ന് പറയുമെന്ന് ഒരിക്കലും ദേവിയും കരുതിയില്ല. ആകെ വിഷയം ഉണ്ടായില്ലേ? പറയാനുണ്ടോ? ധർമ്മൻ ഭയങ്കര സങ്കടായി. അപ്പം ഇത്രയും മീനും പറഞ്ഞു, ഇല്ല ബാലച്ച, ധർമ്മമാവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. ധർമ്മൻ അങ്ങ് ചങ്ക് പൊട്ടും പോലെയുള്ള ഒരു ബുദ്ധിമുട്ടായി പോയി. ധർമ്മൻ നേരെ റൂമിലോട്ട് പോയി. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, കൊള്ളാം, ഒരു ചെറിയ ഒരു കള്ളത്തരം കണ്ടിരുന്നാലും എന്റെ ധർമ്മേട്ടന്റെ തലയിലാണോ വെക്കണേ? നിങ്ങൾ ഇന്നലെയും കാണാൻ തുടങ്ങിയ ആളാണോ ധർമ്മേട്ടൻ? എന്നാൽ എന്റെ ധർമ്മേട്ടൻ ഇങ്ങനെ പറഞ്ഞത് വളരെ മോശമായി പോയി ബാലേട്ട. ഗോമതി ചേച്ചി, നിങ്ങൾ എന്താ ധർമ്മേട്ടനെ നിങ്ങൾ ഇന്നലെയാണോ മനസ്സിലാക്കാൻ തുടങ്ങിയത്? എന്റെ ഭർത്താവിന് എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി തരാൻ പോലും എന്റെ ഭർത്താവിന് കഴിവില്ലാത്ത ആളാണോ? അങ്ങനെയാണോ നിങ്ങൾ കണ്ടിരിക്കുന്നത്? എന്നൊക്കെ പറഞ്ഞിട്ട് സുകന്യയും കുറെ അങ്ങ് പറഞ്ഞു. എന്നിട്ട് സുകന്യ റൂമിൽ പോയി. അവസാനം ധർമ്മൻ അവിടെ പൊട്ടിക്കരയാണ് കേട്ടോ. ആ സമയം സുകന്യ പറഞ്ഞു, ഈ വീട്ടിൽ എന്ത് സ്ഥാനോ ധർമ്മേട്ടാ നിങ്ങൾക്കുള്ളത്? ഒരു കള്ളന്റെ സ്ഥാനമാണോ? ഒരു നിമിഷം ഇനി ഇവിടെ നിൽക്കരുത്, നമുക്ക് ഇറങ്ങാം. ഇനി നാളെ ഇതിനും വലിയ എമൗണ്ട് പോയാൽ ധർമ്മേട്ടന്റെ തലയിൽ തന്നെ വരൂലേ? എല്ലാവരുടെ മുന്നിൽ ധർമ്മേട്ടനെ ഒരു കള്ളനാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ. ധർമ്മൻ അതും കൂടെ കേട്ടപ്പോ സങ്കടേ. ഈ നിമിഷം നമുക്ക് ഇവിടെ ഇറങ്ങാം, ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് സുകന്യ പറഞ്ഞു. അത് കേട്ടപ്പോ ധർമ്മൻ അങ്ങ് മനസ്സ് പൊട്ടിപ്പോ. ധർമ്മനും ബാഗും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് അവിടെ ഇറങ്ങിയാണ്. അപ്പോഴേക്കും ബാലൻ അതിശയിച്ചു പോയിടാ, ഞാനൊരു ഇത് പറഞ്ഞു വെച്ചിട്ട് നീ എന്താ ഈ കാണിക്കുന്ന ധർമ്മ? ബാലേട്ടാ, ഞാൻ ഇന്നലെയും കാണാൻ തുടങ്ങിയ അല്ലല്ലോ ബാലേട്ടനെയും ഗോമതി ചേച്ചിയും അല്ലെങ്കിൽ ഈ ദേവമംഗലം ഒന്നും. ഈ ദേവമംഗലം എന്ന് പറയുന്നത് അത്രയും പവിത്രമായ ഒരു വീടാണ്. ആ വീട്ടിൽ എന്നെ പോലെ ഒരു കള്ളൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞു. ബാലൻ കുറേ തടഞ്ഞു. ഗോമതി കരഞ്ഞു കാല് പിടിക്കും പോലെ പറഞ്ഞു. ആര്യനും ആനന്ദും ഒക്കെ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. ധർമ്മൻ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ കൃഷ്ണമംഗലത്ത് പോയിട്ടോ. എല്ലാവർക്കും സഹിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടായി പോയി. ഒരിക്കലും ധർമ്മൻ അങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്ത് ബാഗും ഒക്കെ ആയിട്ട് വരുന്ന നമ്മുടെ ധർമ്മനെയും ഗോമതിയും കണ്ട് അവരൊക്കെ അന്താളിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. ഇതേ സമയം പിന്നീട് നമ്മുടെ പിറ്റേ ദിവസം ഗോമതി സ്റ്റോഴ്സിൽ നിൽക്കുമ്പോൾ രാമേട്ടൻ ചില കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നു. 2 പ്രാവശ്യം പൈസ ഇവിടെ ഷോർട്ടേജ് പോയിട്ടുണ്ട്. ഈ 2 ദിവസങ്ങളിലും ഉദയഭാനു സാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഉദയഭാനു സാർ ഒരു കള്ളനല്ല. ഇതൊക്കെ രാമേട്ടൻ മനസ്സിൽ ചിന്തിക്കുന്നതാണ്. ഇനിയിപ്പോ എന്തെങ്കിലും ഈ ഗൂഗിൾ പേയോ ATM ഒക്കെ ആ രീതിയൊക്കെ ആണല്ലോ ഇപ്പോ. എന്തെങ്കിലും ചില്ലറ
വീട്ടിലേക്കുള്ള പൈസ എന്തെങ്കിലും വേണോ എന്നിട്ട് കരുതിയിട്ട് ഉദയഭാനു സാർ എങ്ങാനും എടുത്തയാണോ? അയ്യോ, ആ സാറിന്റെ മനസ്സുകൊണ്ട് പോലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ല, ഇത്രയും കോടീശ്വരനായിട്ടുള്ള ആളാണ്. എന്നാലും ആ ഒരു കാര്യം തോന്നിയിട്ട് അത് വന്ന് ദേവി മോളെടുത്ത് രാമേട്ടൻ പറയണ്ട കേട്ടോ. അത് കേട്ടപ്പം ദേവി ആ നിമിഷമാണ് അത് ചിന്തിക്കുന്നത്. കറക്റ്റ് ആ അച്ഛൻ, തന്റെ അച്ഛൻ വന്ന 2 ദിവസവും പൈസ ഇവിടുന്ന് മിസ്സിംഗ് ആണ്. അപ്പോഴേക്കും ദേവിക്ക് കാര്യം മനസ്സിലായി. കാരണം ഇത് എന്റെ അച്ഛന്റെ കൈകൾ തന്നെ. ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു മനുഷ്യനാണല്ലോ, സ്വന്തം മോളുടെ ജീവിതം അരച്ചു തേച്ചു കൊണ്ട് ജീവിക്കാൻ പോണ ഒരു മനുഷ്യൻ, ഇയാൾ ഇത്രയ്ക്കൊരു ഇതാണോ എന്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ ദേവി അങ്ങ് ചങ്ക് പൊട്ടിയാണ് കേട്ടോ. തലേ ദിവസം അല്ലെങ്കിലും ആനന്ദ് ദേവിനെ റൂമിൽ കൊണ്ടുപോയിട്ട് നല്ല പോലെ കുടയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, സത്യം പറയടി, നീ ആ ഗോമതി സ്റ്റോഴ്സിൽ പോയിട്ട് ഈ കുടുംബം നശിച്ച് നാറാണത്തെടുക്കാനോ ആണോടി? നീ എന്തിനടി ധർമ്മമാമനെയും കൂടെ അച്ഛന്റെ കൂടെ കൂട്ടുനിന്ന് കുറ്റപ്പെടുത്തിയത്? അയ്യോ ആനന്ദിട്ട് അങ്ങനെ പറയില്ലേ, നീ ഒറ്റൊരുത്തി കാരണമാടി ധർമ്മമാമൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. നിനക്ക് സമാധാനം ആയില്ലടി ഒരുമ്പെട്ടവളെ, നിനക്ക് മതിയായില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് കുറെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവിക്ക് പിറ്റേന്ന് രാമേട്ടനും കൂടെ ഈ കാര്യം പറഞ്ഞപ്പോഴല്ലേ തന്റെ അച്ഛന്റെ കള്ളത്തരം, ഒന്നാമത് നഖത്തിന്റെ ഇടയിൽ കള്ളത്തരമുള്ള ഒരു മനുഷ്യനും കൂടെയാണ്. അങ്ങനെ ദേവി ഒടുവില് ആ ഒരു സത്യം തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ട് ബാലച്ചന്റെ മുമ്പിൽ അച്ഛനെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഒരു കള്ളനായിട്ടല്ല, അച്ഛന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാഞ്ഞതുകൊണ്ട് ATM വഴി, അങ്ങനെ അല്ല, ഗൂഗിൾ പേ വഴി സെറ്റ് ചെയ്യുന്ന രീതിയിലാക്കി ദേവി എടുത്തു കേട്ടോ. പക്ഷെ അത് ബാലച്ചനെ ഒരിക്കലും ഉദയഭാനു സാറിനൊന്നും ഒരിക്കലും തെറ്റുകാരനായിട്ടോ അങ്ങനെ ചിന്തിക്കുക കൂടിയില്ല. അങ്ങനെ ആ സത്യങ്ങളെല്ലാം തെളിയിച്ച് ധർമ്മനെ, നമ്മുടെ കൃഷ്ണമംഗലത്തിൽ നിന്ന് സുകന്യനെയും ധർമ്മനെയും തിരിച്ച് ദേവമംഗലത്തേക്കൊക്കെ കൊണ്ടുവരുന്ന സീനൊക്കെ പിന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട്. അത് കൂടാതെ പിന്നെ നമ്മുടെ അലോകും ആനന്ദും, അത് കൃഷ്ണമംഗലത്ത് നല്ല പൊരിഞ്ഞടി അങ്ങോട്ട് ഇങ്ങോട്ട് ഒരാപ്പാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് 2 ആപ്പ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ദേവമംഗലത്തും കൃഷ്ണമംഗലത്തും നല്ല അടിപൊളി വിശേഷങ്ങളാണ് നടക്കുന്നത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ അച്യുതനും അലോകും കൂടെ ഒരു പ്ലാനൊക്കെ പദ്ധതിയൊക്കെ ഇട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ മിത്ര ഒരു SI ആയിട്ട് മാറും എന്നറിഞ്ഞു കഴിഞ്ഞപ്പോ അച്യുതനും അലോകിനും ഭയങ്കര കുച്ചുമ്പാട്ടോ. സ്വന്തം അനന്തരവളാണ് എന്നുള്ള ഒരു ചിന്താഗതി പോലും ഇല്ല കേട്ടോ. അങ്ങനെ അച്യുതനും ആലോകും കൂടെ ആലോചിക്കുകയാണ് എങ്ങനെ നമ്മുടെ മിത്രയെ ടെസ്റ്റ് 15-ാം തീയതി ടെസ്റ്റ് ചെയ്യിപ്പിക്കാണ്ട് അവളെ കയ്യോ കാലോ എന്തെങ്കിലുമൊക്കെ ഒടിഞ്ഞിരിക്കണമെങ്കിൽ അവൾക്ക് ആ ടെസ്റ്റിന് പങ്കെടുക്കാൻ പറ്റില്ല. അങ്ങനെ വരികയാണെങ്കിൽ അവൾക്ക് SI ആവാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനയാണ്. അപ്പൊ അലോക് പറയുന്നുണ്ട്, ഇന്നിപ്പോ 5-ാം തീയതി ആയിട്ടുള്ള വെച്ചാ നമുക്കിനി വരും ദിവസങ്ങളിൽ എന്തെല്ലാം ആലോചിച്ച് ബുദ്ധിപരമായിട്ട് നീങ്ങാന്ന് പറഞ്ഞ് ആ മിത്രേനെ അപായപ്പെടുത്താനുള്ള, അതായത് കാലൊക്കെ ഒന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ ആ ടെസ്റ്റിന് പോകാൻ പറ്റില്ല, അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ സാന്ത്വനം 2 ഇനി ഏതൊക്കെ ട്വിസ്റ്റിലാ പോകുന്നത് എന്നുള്ളത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.